സന്തോഷ് വർക്കി പ്ലേസ് ജനിച്ചതോ പ്ലേസ് ഇപ്പൊ കളമശ്ശേരിയാണ്, ജനിച്ചത് പാലക്കാടാണ്. സ്വന്തം നാട് പാലക്കാടാ? പാലക്കാട് ഫാദറിന്റെ വീട് വരുമ്പോ അവരാണ് ജനിച്ചത് പാലക്കാട് നരിക്കോട് ചന്ദ്രനഗർ. എന്നിട്ട് അവിടെ വീടുണ്ടായിരുന്നു. എത്ര കാലം? അവിടെ ഒരു 8 years വരെ. 8 വയസ്സ് വരെ എവിടെയായിരുന്നു? 8 വയസ്സ് വരെ ബാലമാറിൽ പഠിച്ചത്. 94 ആയപ്പോ ഇങ്ങോട്ട് വന്നു, ഫാദറിന് ട്രാൻസ്ഫർ ആയി. പിന്നെ ഫുൾ ഇവിടെയായിരുന്നു? പിന്നെ ഇവിടെയാണ്. പിന്നെ വേറെ എവിടെയും പോയിട്ടില്ല? വേറെ ഇവിടെയാണ് ഒരു കഴിഞ്ഞ 31 years ആയി. 13 years ആയിട്ട് ഇവിടെയാണ്? 30 years. 30 വർഷം? 31 വർഷമായിട്ട് ഈ 94ലാണ് ഇവിടെ വന്നത്. ഈ കളമശ്ശേരി ആദ്യം ചങ്ങമ്പഴ നഗറിലായിരുന്നു. ഒരു 10 വർഷം അവിടെയായിരുന്നു. അതിന് ഈ വീട്ടിലേക്ക് മാറി. പെരുമ്പവരെ അച്ഛന്റെ വീട്ടില് അവിടെ ഒന്നും പോയി നിന്നിട്ടൊന്നുമില്ല? അവിടെ എന്റെ ഫാദറിന്റെ ഫ്യൂണറൽ അടക്കം ചെയ്യണം. അവിടെ ഫാദറിന്റെ വീട് അവിടെ പോകാറുണ്ട്. അപ്പൊ സന്തോഷ് വർക്കിന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോ ടോപ്പ് പ്രിയോറിറ്റി ക്വസ്റ്റ്യൻസ് ഇതാണ്. അപ്പൊ സന്തോഷ് വർക്കി എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാവും. അതാണ് എന്നോട് പ്രിയദർശനും പലരെ വിളിക്കുമ്പോ പല ആൾക്കാരെ വിളിക്കുമ്പോ അവർ പറയും നിങ്ങൾ ആറാട്ടം എന്നല്ല സന്തോഷ് വർക്കിയാണ് പറയും. ജോയി മാത്യു ഇവരെല്ലാം പറയുന്നതാണ്. അപ്പൊ എങ്ങനെ അറിയപ്പെടേണ്ട താല്പര്യം സന്തോഷ് വർക്കിന്നാണോ? എനിക്ക് ആഗ്രഹം സന്തോഷ് വർക്കിയാണ്. ബിക്കോസ് എന്റെ ഫാദറിന്റെ പേര്. അല്ല, ഞാനിപ്പോ ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോഴും അങ്ങനെ പക്ഷെ പോപ്പുലർ ആയിട്ട് അറിയപ്പെടുന്ന ആറാട്ടം ഇല്ല. അല്ല, പക്ഷെ നമ്മുടെ പേര് ഇപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ പേര് ആളുകൾക്ക് അറിയാം. പിന്നെ എന്തിനാണ് നമ്മൾ ആറാട്ടണ്ണൻ എല്ലാവർക്കും അറിയില്ല. സന്തോഷ് വർക്കിന് കാര്യം എല്ലാവർക്കും അറിയില്ല. എന്തോ സന്തോഷ് വർക്കി അടുത്തറിയാവുന്ന ആൾക്കാർക്ക് അറിയില്ല. എന്നുള്ള പേര് കേൾക്കുമ്പോൾ ആളുകൾക്ക് ഒരു ചിരി അല്ലെങ്കിൽ അങ്ങനെ ഒരു എനിക്കങ്ങനെ തോന്നിയില്ല. പിന്നെ എങ്ങനെയാ? ഞാൻ സാധാരണ എനിക്ക് സാറ്റിസ്ഫൈഡ് ആണോ ആ ഒരു പേരില്? പേരിലല്ല കുഴപ്പം, പല ആൾക്കാർ കളിയാക്കുന്നുണ്ട്. ട്രോളുകൾ വന്നുകൊണ്ടാണ്. ആറാട്ടൻ മൂവി കൊണ്ട് ഗുണമുണ്ടായത് എനിക്ക് മാത്രമാണ്. അപ്പൊ ഇപ്പൊ താങ്കൾ വന്നത് ഒരു റിവ്യൂവർ ആയിട്ടാണ് അല്ലെ? റിവ്യൂ ആറാട്ടൻ എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂ കേരളത്തില് തിയേറ്റർ റിവ്യൂ തുടങ്ങിയത് ഞാനാണ്. ഓക്കെ. അപ്പൊ ഈ ഫ്യൂച്ചറിൽ ഈ ഒരു റിവ്യൂയുടെ ഒരു ഭാവി എന്തായിരിക്കും സിനിമയായിട്ട് ബന്ധപ്പെട്ട്? റിവ്യൂ ചെയ്യാൻ താല്പര്യമുണ്ട്. പക്ഷെ ഒരുപാട് കാര്യത്തിന് മാത്രമല്ല ചോദിച്ചാൽ മൊത്തത്തിൽ നമ്മുടെ സിനിമാ മേഖലയിൽ ഈ റിവ്യൂ കൊണ്ടുള്ള ഒരു ശരിക്കും പറഞ്ഞാൽ റിവ്യൂയുടെ ആവശ്യമില്ല. കാരണം നമ്മൾ റിവ്യൂ കണ്ടിട്ട് പടം കാണാൻ പോകുമ്പോൾ നമുക്ക് നേരത്തെ ഒരു പ്രീ കൺസീവ്ഡ് ഒരു ധാരണയുണ്ടാവും. അപ്പൊ സിനിമ ഇൻഡിപെൻഡന്റ് ആയിട്ടോ ഇവാലുവേറ്റ് ചെയ്യാനോ എൻജോയ് ചെയ്യാനോ പറ്റില്ല. അതന്നെയാണ് ഇന്നലെ ആക്ടർ ദിലീപ് പറഞ്ഞു. ഈ പല റിവ്യൂ വന്നോടെ ആൾക്കാർക്ക് സ്വന്തമായി റിവ്യൂ ചെയ്യാനുള്ള കഴിവ് പോവാണ്. പിന്നെ ഇതെല്ലാം ഇൻഡിവിജ്വൽ ഒപ്പീനിയൻ ആണ്, സബ്ജക്റ്റീവാണ്. ധ്യാൻ പറഞ്ഞ പോലെ സബ്ജക്റ്റീവാണ്. ഇപ്പൊ നിങ്ങൾ പടം കണ്ടു നോക്കണം എന്നാലേ പറയാൻ പറ്റും. പിന്നെ ചിലർ കണ്ട് ബെസ്സിയാണ് ഒരുപാട്, അങ്ങനെയുള്ളവർക്ക് റിവ്യൂ ഉള്ളതാണ്. അല്ലാത്തവരാണെങ്കിൽ പടം പോയി കാണണം. കാരണം അത് പ്യൂർലി ഇപ്പൊ കോക്കായാലും ഞങ്ങളെല്ലാം പറയുന്നത് ഒരു അഭിപ്രായമാണ്, റിവ്യൂ അല്ല. റിവ്യൂ ചെയ്യുന്നത് ജോയി മാത്യു പോലെ ആൾക്കാരുടെ റിവ്യൂ ചെയ്യണം. വേൾഡ് സിനിമയിലെ കണ്ടുവരാം. ജോയി മാത്യു പോലെ ആൾക്കാർ വേൾഡ് സിനിമയിലെ കണ്ട് അവരൊക്കെയാണ് റിവ്യൂ ചെയ്യണം. ഞങ്ങളെല്ലാം പറയുന്ന ഒപ്പീനിയനാണ്.